നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സൗദി യുവതി പ്രമുഖ മലയാളി ട്രാവൽ ബ്ലോഗർ മല്ലു ട്രാവലർ എന്ന ഷാക്കിർ സുബ്ഹാനെതിരെ പീഡന പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൂടാതെ സൗദി എംബസിക്കും മുംബൈയിലെ കോൺസുലേറ്റിനും ഉൾപ്പെടെ സൗദി പൗരയായ 29കാരി പരാതി നൽകിയിരുന്നു. ഇപ്പോൾ യുവതിയുടെ പീഡന പരാതിയിൽ ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സൗദി കോൺസുലേറ്റിലും എംബസിക്കും നൽകിയ പരാതിയിലാണ് നടപടി. ഷാക്കിർ സുബ്ഹാനെതിരെ പോലീസ് സ്വീകരിച്ച നടപടികളുടെ വിവരങ്ങൾ IB ശേഖരിച്ചു. തുടർ നടപടികളും IB വീക്ഷിച്ചു വരികയാണ്. പോലീസ് FIRലെ വിവരങ്ങൾ ഡയറക്ടറേറ്റിനെ അറിയിച്ചു. സംഭവത്തിൽ സൗദി എംബസി പരാതി ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതിയുടെ ഇന്ത്യയിലെ താമസം നിയമങ്ങൾ പാലിച്ചാണെന്നും എംബസി വ്യക്തമാക്കി. പരാതിയിൽ പറയുന്ന ദിവസം ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നെന്ന് പോലീസ് അറിയിച്ചു. കൊച്ചിയിലെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷാക്കിർ സുബ്ഹാനെതിരെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് സൗദി യുവതി. സൗദി യുവതിയുടെ രഹസ്യമൊഴി ശനിയാഴ്ച രേഖപ്പെടുത്തും. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2ന് മുന്നിലാണ് മൊഴി കൊടുക്കുക. നിലവിൽ ബംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുകയാണ് യുവതി. അഭിമുഖത്തിനായി എത്തിയ സമയത്ത് ഷാക്കിർ സുബ്ഹാൻ പീഡിപ്പിച്ചുവെന്നാണ് സൗദി യുവതി പരാതി നൽകിയിട്ടുള്ളത്. പ്രതിശ്രുത വരനെ കൊച്ചിയിലേക്ക് ക്ഷണിച്ചത് ഷാക്കിർ സുബ്ഹാൻ എന്ന യുവതി മൊഴി നൽകിയിരുന്നു. അഭിമുഖത്തിനിടെ യുവാവ് പുറത്തുപോയ സമയത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിൽ പ്രതിശ്രുത വരൻ പുറത്തു പോയപ്പോഴാണ് തന്നെ ശാരീരികമായി ഷാക്കിർ ഉപദ്രവിച്ചത് എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ഷാക്കിർ സുബ്ഹാനെതിരെ ലൈംഗികാതിക്രമം, മർദ്ദനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. താൻ നിരപരാധിയാണെന്നും കെണിയിൽ കുടുക്കുകയായിരുന്നുവെന്നും ആരോപിച്ച് ഷാക്കിർ രംഗത്തെത്തിയിരുന്നു. അതിനാൽ ഷാക്കിറിന്റെ വാദവും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇതിനിടെ ഷാക്കിർ സുബ്ഹാനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ചുമതലകളിൽ നിന്ന് മാറ്റിയതായി ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി വ്യക്തമാക്കി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുൾപ്പെടെ മാറ്റിയതായി കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു. കമ്മ്യൂണിറ്റിയിലെ ആഭ്യന്തര സെൽ നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് ഈ നടപടി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും എന്നാൽ ഇത് വ്യാജമാണെന്ന് വ്യക്തമായാൽ നിയമസഹായം ഉൾപ്പെടെ പിന്തുണ നൽകുമെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.